കാസർഗോഡ് മഞ്ചേശ്വരത്ത് മകൻ അമ്മയെ തീ കൊളുത്തി കൊന്നു. ഓർക്കാടി നലങ്ങി സ്വദേശി ഫിൽഡയാണ് കൊല്ലപ്പെട്ടത്. അയൽവാസി ലൊലീറ്റയ്ക്ക് നേരെയും ആക്രമണമുണ്ടായി. പ്രതി മെൽവിൻ ഒളിവിലാണ്. കണ്ണൂരിൽ നിന്ന് നിഖിൽ അളവൂറാണ് ചേരുന്നത് വിവരങ്ങളുമായി. നിഖിൽ, പോലീസ് പ്രതിക്കായി ഏത് തരത്തിലുള്ള തെരച്ചിലാണ് നടത്തുന്നത്? എവിടെയൊക്കെയാണ് തെരയുന്നത്? എന്തൊക്കെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ ഇപ്പോൾ? ലക്ഷ്മി പത്മ, ഏതായാലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രതി കർണാടകയിലേക്ക് കടന്നു എന്ന ഒരു നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. ആ നിലയിലേക്കുള്ള അന്വേഷണങ്ങളിലേക്കാണ് കടന്നിരിക്കുന്നത്. സമാന്തരമായി തന്നെ ഈ നല്ലങ്ങിയിൽ ഇപ്പോൾ മൃതദേഹത്തിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ ഉൾപ്പെടെയുള്ള നടപടികളിലേക്കും പോലീസ് കടന്നിട്ടുണ്ട്. കാസർഗോഡ് SP-യുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്ത് എത്തി പരിശോധനകൾ നടത്തി വരികയാണ്. ഈ കൃത്യം നടത്തിയതിനു ശേഷം ഒരു ഓട്ടോറിക്ഷയിൽ കയറി മംഗലാപുരം ഭാഗത്തേക്ക് ഈ മെൽവിൻ പോയി എന്നാണ് പോലീസ് ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇയാളെ മംഗലാപുരത്തേക്ക് കൊണ്ടുപോയ ഓട്ടോ ഡ്രൈവറിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു എന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു അന്വേഷണത്തിലൂടെ പ്രതിയെ ഉടൻ പിടികൂടാനാവുമെന്ന ഒരു പ്രതീക്ഷയാണ് പോലീസ് പങ്കുവയ്ക്കുന്നത്. അതേസമയം എന്താണ് ഇത്തരത്തിലൊരു കൃത്യം നടത്താൻ കാരണം എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. ഇന്ന് പുലർച്ചെയാണ് ഈ സംഭവം നടക്കുന്നത്. ആദ്യം ഈ ഫിൽഡയെ തീ കൊളുത്തിയതിനു ശേഷം മെൽവിൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയി അയൽവാസിയായ സ്ത്രീയോട് അമ്മയ്ക്ക് ഇങ്ങനെ പൊള്ളലേറ്റിട്ടുണ്ടെന്ന് പറയുകയായിരുന്നു. അതിനുശേഷം വീട്ടിലെത്തിയ അയൽവാസിയായ ഈ ലൊലിറ്റയെയും ആക്രമിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇയാൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ, എന്താണ് ഇത്തരമൊരു കൃത്യം നടത്തുന്നതിന്റെ കാരണം തുടങ്ങിയ കാര്യങ്ങളിൽ ഇപ്പോൾ പോലീസ് അന്വേഷണം നടത്തി വരികയാണ്. നിഖിൽ അളവൂർ ആണ് വിവരങ്ങൾ പങ്കുവച്ചത്. കാസർഗോഡ് പോലീസ് പ്രതികരണം നടത്തുകയാണ്. അതിലേക്ക് പോവാം. രാവിലെ ഏകദേശം 6:30 മണിക്ക് പോലീസ് സ്റ്റേഷനിൽ ഒരു വിളി പറഞ്ഞു. വീട്ടിൽ തീ കത്തുന്നതായിട്ട് ഒരു വിളി പറഞ്ഞു. പോലീസ് ഇവിടെ എത്തുന്ന സമയത്ത് ലളിത പറയുന്ന ഒരു സ്ത്രീ ഇവിടെ ഉണ്ടായിരുന്നു. ലളിതാനെ ചോദ്യം ചെയ്തപ്പോൾ ഈ വീട്ടിൽ താമസിക്കുന്ന മെൽവിൻ പറയുന്ന ആൾ ഈ ലേഡിനെ ഏകദേശം 1:30 മണിക്ക് വീട്ടിൽ വിളിപ്പിച്ചിട്ട് അമ്മക്ക് സുഖമില്ല എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ വിളിപ്പിച്ചിട്ട് അമ്മ കാണാതായ സമയത്ത് ഈ ലേഡി അമ്മനെ വിളിക്കുമ്പോൾ ഈ ലേഡീനെ മെൽവിൻ പറയുന്ന ആൾ അടിച്ചു കൊല്ലാൻ ശ്രമിച്ചു. പിന്നെ ഈ ലേഡി വീട്ടിൽ നിന്ന് ഇമ്മീഡിയറ്റ്ലി രക്ഷപ്പെട്ടു. പോലീസ് കൃത്യസമയം 6:30 മണിക്ക് ഇവിടെ എത്തുമ്പോൾ വീട് ലോക്ക് ചെയ്തിട്ട നിലയിലാണ് കാണപ്പെടുന്നത്. വീട്ടിൽ ബാക്ക് ഡോർ തുറന്ന് ഓപ്പൺ ചെയ്തിട്ട് നോക്കി അമ്മ കാണാതായിട്ടില്ല. പിന്നെ വീട് ചുറ്റുഭാഗം സെർച്ച് ചെയ്ത സമയത്ത് വീടിൻ്റെ ബാക്ക് ലെഫ്റ്റ് സുമാർ 30 മീറ്റർ ദൂരം അമ്മ മരിച്ച നിലയിൽ കാണപ്പെട്ടു. നല്ല പൊല്ലലുണ്ട്. നിലവിൽ മെൽവിൻ പറയുന്ന ആൾ നിലവിൽ ഇവിടെയില്ല, ആണ്. ഇവന്ന് കണ്ടെത്താൻ ടീംസ് ഫോം ചെയ്തിട്ട് നമ്മുടെ ടീംസ് ശ്രമിക്കുന്നുണ്ട്. സാർ, ഈ മൃതദേഹത്തിലെ ഇഞ്ചുറി വല്ലതും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് രക്തക്കറയൊക്കെ ഉണ്ടോ വീടിൻ്റെ? അതെല്ലാം ഇൻക്വസ്റ്റ് സയൻറ്റിഫിക് ടീം വന്ന ശേഷം ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ സാർ, താങ്ക് യു. ഇപ്പോൾ നാട്ടുകാരുടെ കൂടെ പ്രതികരണം വരുന്നുണ്ട് ഈ വിഷയത്തിൽ. അതിലേക്ക് കൂടി പോവാം. പുലർച്ചെ 1 മണിക്കാണ് ഈ സംഭവം ഇവിടെ നടന്നത്. അദ്ദേഹം അമ്മയെ കൊളുത്തി കൊന്ന ശേഷം തൊട്ടടുത്ത വീട്ടിലേക്ക് പോയി അവരെ ബന്ധുവിനെ ഇങ്ങോട്ട് വിളിച്ചു. സ്ത്രീയെ അവരിങ്ങോട്ട് വന്നു. അമ്മയ്ക്ക് സുഖമില്ല, ഒന്ന് വരണമെന്ന് പറഞ്ഞ് ഇവനെ അവരെ കൂട്ടി വന്നിട്ട് വീട്ടിൻ്റെ അകത്ത് കയറിയ പാട് ലോക്കിട്ട് അവരെ മർദ്ദിക്കുകയും അവർക്ക് തീ കൊളുത്തുകയും ചെയ്തായിരിക്കും ബന്ധുവിന്. അപ്പോൾ ഉടനെ അവർ ഓടി രക്ഷപ്പെട്ടത് ഇവരെ തൊട്ടടുത്ത വീട്ടിലാണ്. രാത്രി കുറേ ഓടിയ ശേഷം പുലർച്ചെ 5 മണിയാകുമ്പോഴാണ് തൊട്ടടുത്ത ഇവരെ വീട്ടിലേക്ക് അവർ വന്നിട്ട് അവർ ഇങ്ങനെ സംഭവം പറഞ്ഞു. അവർ വീട്ടുകാരെല്ലാം ഇവിടെ വന്നുമ്പോൾ ഈ പയ്യനെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, പ്രതി ഇവിടെ ഉണ്ടായിരുന്നു. പ്രതിയെ ഇവർ കണ്ടപാട് അങ്ങോട്ട് ഓടി. പക്ഷേ അമ്മ എവിടെ നിന്ന് അന്വേഷിക്കുമ്പോൾ ഒന്നും അറിയില്ല. എല്ലാം ഉടനെ ഇവർ ഈ സ്ത്രീ ഗുരുതരാവസ്ഥയിലുള്ളത് കൊണ്ട് അവരെ മംഗലാപുരം ആസ്പത്രിയിലേക്ക് ഇവർ കൊണ്ടുപോയി. ഉടനെ ഇവർ പോലീസിനെ അറിയിച്ചു. അതിൻ്റെ ശേഷം ഈ പ്രതി ഇവിടുന്ന് 4 കിലോമീറ്റർ ദൂരെയുള്ള മജീർപ്പള്ള ജംഗ്ഷനിലേക്ക് നടന്നുപോയി. അവിടുന്ന് ഇദ്ദേഹത്തിൻ്റെ ഓട്ടോറിക്ഷയിലാണ് ഒസങ്കടിയിലേക്ക് വാടക എത്ര എന്ന് ചോദിച്ച് ഒസങ്കടിയിലേക്ക് ആ ഓട്ടോറിക്ഷയിൽ പോയി. പോകുമ്പോൾ ചോദിച്ചത് മംഗലാപുരത്തേക്ക് രാവിലെ എത്ര മണിക്ക് ബസ് സ്റ്റാർട്ടെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പുലർച്ചെ ഇവർക്ക് കാര്യമൊന്നും അറിയില്ല. അപ്പോൾ ഇവർ ഒസങ്കടിയിലേക്ക് അവനെ ഡ്രോപ്പ് ചെയ്തു. അതാണ് ഇപ്പോൾ സംഭവം. എന്തിനു കൊന്നൊന്നും അറിയില്ല. ഇവന് ചെങ്കല്ലിക്കോരയും പിന്നെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ വർക്കിന് കൂലിപ്പണിക്ക് പോകുന്നൊരു വ്യക്തിയാണ്. 2 മക്കളാണ്. ഇവന് അവിവാഹിതനാണ്. മറ്റൊരു മകൻ ഗൾഫിലാണ്. 2 ആഴ്ച മുമ്പാണ് പോയത്. അപ്പോൾ അമ്മയും മകനും മാത്രം ഈ വീട്ടിൽ താമസിക്കുന്നത്. ഇപ്പോൾ മകനെ കൊന്നു, തൊട്ടടുത്ത സ്ത്രീയെ കൊല്ലാൻ ശ്രമിച്ചു. ഇവന് മുങ്ങി രക്ഷപ്പെട്ടിട്ടുണ്ട്. രാവിലെ 6:30 മണിക്ക് മജീർപ്പള്ളി ജംഗ്ഷനിലേക്ക് വന്ന ആൾ നടന്നുകൊണ്ടെന്ന് ഞാൻ കണ്ടത്. ഒരു ദിവസം കടിക്ക് വാടക എത്രയും ചോദിച്ച് ഞാൻ 150 രൂപ പറഞ്ഞ്
ഹോസങ്കടിക്ക് വിടുന്നു പറഞ്ഞു. ഹോസങ്കടിയിൽ അടുത്തവരൊന്നും സംസാരിച്ചിട്ടില്ല, ഞാനൊന്നും സംസാരിച്ചിട്ടില്ല. അവിടെ ഇറങ്ങുമ്പോൾ എവിടെ ഇറങ്ങുന്നു ചോദിക്കുമ്പോൾ മംഗലാപുരം ബസ് സ്റ്റോപ്പിൽ ഇറക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ വണ്ടിയിൽ ഇറക്കി എനിക്ക് പൈസ തന്ന് ഞാൻ തിരിച്ചു വന്നതാണ്.